നൂറ എന്തോ വല്ലാത്ത ഉൾക്കിടലത്തോടെയാണ് ആ സംഭവം പറഞ്ഞത്. നൂറ തുടർന്നു, എടി, അതിരറ്റ് തിരുനബിയെ സ്നേഹിച്ചാൽ, അവിടുത്തെ മദ്ഹ് പാടി പറഞ്ഞാൽ, സ്ഥിരമായി സ്വലാത്ത് ചൊല്ലിയാൽ, ആ തിരിച്ചറിയ അതുപോലെ പിന്തുടർന്ന നമ്മൾ മരണപ്പെടുമ്പോൾ ഹബീബ് തന്റെ സ്വഹാബാക്കളുടെ അകമ്പടി സേവിച്ച് സ്വീകരിക്കാൻ തോന്നല്ലേ മഹാനവകൾ നമുക്ക് കാണിച്ചു തന്നത്. മഹാനെ പോലെയൊന്നും ആവാനാവില്ലെങ്കിലും, അങ്ങനെ കൊതിക്കാൻ പോലും നമുക്ക് അവകാശമില്ലെങ്കിലും, ഹബീബിനെ അറിഞ്ഞ് സ്നേഹിച്ച അവിടെ നമുക്ക് മുഖം കാണിക്കാതിരിക്കോ? ഇല്ലല്ലോ. കാരണം ഇത് നമ്മുടെ ഹബീബല്ലേ. ഫർസാനയുടെ തോളുചാരി കഥ പറഞ്ഞിരുന്ന നൂറയുടെ ഇരു നയനങ്ങളും നിറഞ്ഞൊഴുകി. കണ്ണുനീരിന്റെ ചൂട് തട്ടിയപ്പോ ഫർസാന തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, നീ കരയുകയാണോ? ഏയ് എന്ന് പറഞ്ഞ് നൂറ കണ്ണു തുറച്ചുകൊണ്ട് എഴുന്നേറ്റു ക്ലോക്കിലേക്ക് നോക്കി. സമയം 6:30. നമുക്ക് വുളൂ ചെയ്തു വന്ന് തസ്ബീഹ് ചൊല്ലാം, നൂറ ഫർസാനയോട് പറഞ്ഞു. അവർ വുളൂ ചെയ്തു വന്നു.